നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ നാളെ ജൂൺ 1 നമ്മുടെ സ്കൂളുകളെല്ലാം തുറക്കുകയാണ്. നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന ഒരു പുണ്യ ദിനമായിട്ടാണ് നാളെ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊരു അച്ഛനമ്മമാർക്കും അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അവരുടെ കുട്ടികൾ നന്നായി പഠിച്ച് നല്ല മാർക്കോട് വിജയിച്ച് എല്ലാ തലങ്ങളിലും അറിവ് നേടി നല്ല ഉദ്യോഗവും നേടി അവർ നല്ലപോലെ ജീവിച്ച് കാണാനാണ് ഏതൊരച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം അവർക്ക് സഫലീകരിക്കാൻ ആദ്യം തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ പോകണം. നമുക്ക് ഏത് കാര്യം എടുത്താലും ഫൗണ്ടേഷൻ അടിത്തറ നല്ല ശക്തമാണ്. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വീടിൻ്റെ കാര്യമായാലും ശരി, ഏതൊരു കാര്യമായാലും ശരി, അടിത്തറ അത്ര ഫൗണ്ടേഷൻ അത്ര ശക്തമായി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാളെ തുടക്കം കുറിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് അവർക്ക് നല്ല രീതിയിൽ അറിവുകളും ജ്ഞാനവും ഏകാഗ്രതയും കിട്ടാൻ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ആരാധിക്കേണ്ട, ഭജിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ദൈവമാണ് സരസ്വതി ദേവി. പിന്നെ ശിവഭഗവാന്റെ ആണെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമി ഇവരെയാണ് ഭജിക്കേണ്ടത്. അപ്പോൾ പ്രധാനമായും എല്ലാവരും വിദ്യ അഭിവൃദ്ധിക്ക് സരസ്വതി ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്. വിദ്യയുടെ ദേവത എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ്. ആ സരസ്വതി ദേവിയെ നമ്മൾ നിത്യവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അറിവുകളും ജ്ഞാനവും ഏകാഗ്രതയും എല്ലാവർക്കും ലഭിച്ച് നല്ല മാർക്കോടെ നല്ല വിജയത്തോടെ ജയിക്കുക എന്ന് മാത്രമല്ല എല്ലാ കാര്യത്തിലും അവർക്ക് അറിവുണ്ടാവും. വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല മാർക്ക് കിട്ടുക മാത്രമല്ല എല്ലാ അറിവുകളും സിദ്ധിച്ച് അവരെ നല്ല പ്രാപ്തമാക്കുക. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്യാനുള്ള ശക്തി അവർക്ക് നൽകുക എന്ന ഉദ്യോഗം കൂടിയുണ്ട്. അത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ പോകണം. അതിന് അച്ഛനമ്മമാർ കുട്ടികളെ ചെറിയ കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർ അവരെ മടിയിൽ ഇരുത്തി സന്ധ്യാസമയങ്ങളിൽ ഈ പറയാൻ പോകുന്ന സരസ്വതി സ്തുതി നിത്യവും ജപിക്കണം. രാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. ഇത് വളരെ ഫലവത്തായ ഒരു സ്തുതിയാണ്. ഇത് ചില ആൾക്കാർ സ്തുതിച്ച് വലിയ വലിയ ഉദ്യോഗം നേടി ഡോക്ടർമാരും എഞ്ചിനീയർമാരും അങ്ങനെ പല തലങ്ങളിലുള്ള ആൾക്കാരും ഈ സ്തുതി നിത്യവും ജപിക്കാറുണ്ട്. അതുകൊണ്ട് ഈ സ്തുതി നിങ്ങളും നിത്യവും ജപിക്കണം. നിങ്ങളുടെ മക്കൾക്ക് ഉന്നതി ഉണ്ടാകുന്ന കാര്യം ഒരു സംശയം വേണ്ട. ഇത് തലമുറകളോട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറ അങ്ങനെ തുടർച്ചയായി ചെയ്തു പോരുക. ഉറപ്പായും സരസ്വതിദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ വിദ്യയിൽ അഭിവൃദ്ധി പ്രാപിക്കും. അതിലൂടെ നല്ല ജോലി ലഭിക്കും. നല്ല ജീവിതം കഴിഞ്ഞ വിഭാഗം അങ്ങനെ കഴിഞ്ഞ് നല്ല സുഖകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകും. ഈ സ്തുതി ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും അത് കേൾക്കുക. അതിൻ്റെ വരി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നല്ലൊരു ബുക്കിൽ എടുത്തെഴുതി നിത്യവും പ്രാർത്ഥിക്കണം. ഇപ്പം കൊച്ചു കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർ സന്ധ്യാസമയങ്ങളിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നിത്യവും കേട്ടു വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. അവരുടെ നല്ല രീതിയിൽ സ്വഭാവം ശുദ്ധീകരണം ഉണ്ടാവും. തെറ്റായ കൂട്ടുകളിലേക്ക് അവർ പോയില്ല. അങ്ങനെ അവർ പോകാനായി സാധിക്കില്ല. അത് നമ്മൾ ഉള്ളിലിരിക്കുന്ന ആ ശക്തി അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തും. നേരായ മാർഗത്തിലൂടെ അവരെ നയിക്കും. അങ്ങനെ നല്ല വിജയം അവർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ പറയുന്നതാണ് ആ സ്തുതി. ഇത് കേൾക്കുക, എന്നിട്ട് ശ്രദ്ധിച്ച് ബുക്കിൽ എഴുതുക. ശ്രീവാണി വർണ്ണരൂപിണി വീണാഗാന വിലോലിനി സർവലോക സമാരാധ്യേ വിദ്യാദേവി നമോസ്തുതേ. ശാരദേ ജ്ഞാനസാരദേ ശാരദേന്ദുനിഭാനനേ ശാശ്വതേ ഹംസവാഹനേ വിദ്യാദേവി നമോസ്തുതേ. നിർമ്മലേ നന്മുഖപ്രിയേ നിസ്തുലേ നിശ്ചലാത്മികേ ചിന്മയേ പൊന്മലർസ്ഥിതേ വിദ്യാദേവി നമോസ്തുതേ.
കാമദേ കാവ്യലോലുപേ വാഗ്ദേവി വാമലോചനേ കവിമാതേ കലാവതി വിദ്യാദേവി നമോസ്തുതേ സാഹിതീ ഗാനനിർമ്മലേ സ്തന്യപൂർണസ്തദ്വയേ ഭാരതി ശ്രീ സരസ്വതി വിദ്യാദേവി നമോസ്തുതേ നമോസ്തുതേ നമോസ്തുതേ. സരസ്വതി ദേവിയുടെ ഈ സ്തുതി എല്ലാവരും കേട്ടല്ലോ. ഈ ലളിതമായ സ്തുതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ആ വരികൾ തെറ്റാതെ നിങ്ങൾ ബുക്കിൽ കുറിച്ച് വയ്ക്കുക. എന്നിട്ട് നിത്യവും രാവിലെ 18 പ്രാവശ്യം ജപിക്കുക. കുട്ടികളെ മടിയിലിരുത്തി അമ്മമാർ അച്ഛന്മാർ ജപിച്ചു കൊടുക്കുക. ഇത് നിത്യവും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഏത് തലത്തിൽ പഠിക്കുന്നവരായാലും ശരി, ഡോക്ടറേറ്റ്, അങ്ങനെ എഞ്ചിനീയർ, വക്കീൽ, ഏത് ഫീൽഡിൽ പഠിക്കുന്നവർക്കായാലും ശരി, ഈ സ്തുതി നിത്യവും ജപിക്കുക. നല്ല മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഏത് കാര്യത്തിലായാലും വിജയം കൈവരിക്കും. എല്ലാ അറിവും നേടും. ഒരു സംശയവും വേണ്ട. വിശ്വാസപൂർവ്വം ചെയ്യുക. നമ്മുടെ അടുത്തുള്ള കോട്ടയത്ത് പനച്ചിക്കാവ് ദേവി സരസ്വതി ക്ഷേത്രമുണ്ട്. അവിടെ പോയി തൊഴാൻ സാധിക്കുന്നവരും പോയി തൊഴുക. അവിടെ അമ്മയുടെ മുന്നിൽ ഈ സ്തുതി ജപിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും മഹത്തരമായാണ്. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഐശ്വര്യവും എല്ലാം അമ്മ തരും. സമ്പൽ സമൃദ്ധി എല്ലാം അമ്മ തരും. അപ്പോൾ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുക. ഇപ്പം നമ്മുടെ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ കുറവാണ്. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട. അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, പ്രാർത്ഥിക്കുക. മൂകാംബികയിൽ പോകാൻ പറ്റുന്നവർക്കും പോവുക. എവിടെയായാലും നിങ്ങൾ പോയി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതുപോലെ ഈ സ്തുതി നിത്യവും ജപിക്കുക, മുടങ്ങാതെ ജപിക്കുക. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ അമ്മമാർ ജപിക്കുക, വലിയവരാണെങ്കിൽ പ്രായമുള്ള ജപിക്കുന്ന 10 വയസ്സുള്ളവർക്കാണെങ്കിൽ സ്വയം ജപിക്കാൻ സാധിക്കുക. അത് നിത്യവും അത് ജപിച്ചു പോന്നാൽ അവർ വിദ്യയിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഏത് കാര്യത്തിലായാലും അറിവുണ്ടാവും. അറിവെന്ന് പറഞ്ഞാൽ മാർക്ക് നേടുക മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമുക്ക് തിരിച്ചറിവ്, ജ്ഞാനം ഉണ്ടാകും. നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്യാൻ വേണ്ടിയുള്ള ശക്തി നമുക്ക് കിട്ടും. ആത്മവിശ്വാസം, ധൈര്യമെല്ലാം ഈ സ്തുതിയിലൂടെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ ഈ സ്തുതി നിത്യവും ജപിക്കണം. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.